മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ല കായികമേളയ്ക്ക് തുടക്കമായി. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ല കായികമേളയ്ക്ക് തുടക്കമായി. 4 ദിവസം നീണ്ടുനിന്ന കായികമേള MA കോളേജ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. 90 സ്കൂളുകളിൽ നിന്നായി നിരവധി കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാണ് ആരംഭിച്ചത്. വിദ്യാഭ്യാസ ജില്ലാ കായികമേള നടക്കുമ്പോൾ കായികാധ്യാപകരെല്ലാം വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത്. കാരണം കായികാധ്യാപകരുടെ പ്രശ്നങ്ങൾ എന്നും പരിഹാരമില്ലാതെ നീണ്ടുപോകുന്ന ഈ സമയത്ത് കായികാധ്യാപകർ വളരെ ബുദ്ധിമുട്ടിയാണ് മത്സരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം LP സ്കൂളുകളിലോ UP സ്കൂളുകളിലോ കായികാധ്യാപനമില്ല. അഥവാ കായികാധ്യാപനം ഉണ്ടെങ്കിൽ തന്നെ UPയിൽ 500 കുട്ടികളും ഹൈസ്കൂളിൽ 5 ഡിവിഷനും 8, 9 മാത്രം പരിഗണിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അത് 75 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ രീതിയിലുള്ള KER പരിഷ്കരണം നടത്താതെ കൊണ്ടുപോകുന്ന ഒരു ചട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും ഈ മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ കായികാധ്യാപകരെല്ലാം ഒന്നടങ്ക സമരത്തിലാണ്. കാരണം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA നൌഷാദ്, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് AG ജോർജ്, കോതമംഗലം EAO സജീവ് KB, മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ PO പൗലോസ്, ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ, കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ല കായികമേള കൺവീനർ ജോർജ് ജോൺ, അധ്യാപക സംഘാടന പ്രതിനിധി നിയാസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വർഷങ്ങളായി ആധിപത്യം പുലർത്തുന്നത് കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായ കായിക മത്സരങ്ങളാണ് MA കോളേജ് ഗ്രൗണ്ടിൽ 4 ദിവസങ്ങൾ നടക്കുക. എൻ്റെ ഇവന്റ് പോൾ വോൾട്ട് ആണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മെഡൽ വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മെഡൽ വരാനും ഞങ്ങളുടെ ന്യൂസ് ബ്യൂറോ, കോതമംഗലം.